2023 മികച്ച ടെലിവിഷൻ ലേഖനത്തിനുള്ള സംസ്ഥാന അവാർഡ്, കേരളത്തിലെ മികച്ച ഫിലിം സൊസൈറ്റി പ്രവർത്തകനുള്ള അവാർഡ് എന്നിവ കരസ്ഥമാക്കിയ കാണി ഫിലിം സൊസൈറ്റി സെക്രട്ടറി ഡോക്ടർ വി മോഹനകൃഷ്ണനെ കാണി ഫിലിം സൊസൈറ്റി പ്രവർത്തകരും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചേർന്ന് ആദരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 20 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് കാണിയിൽ വെച്ച് നടക്കുന്ന പരിപാടി പൊന്നാനി MLA പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും. സാഹിത്യകാരൻ ആലംകോട് ലീലാകൃഷ്ണൻ, തൃശൂർ ചലച്ചിത്ര കേന്ദ്രം IFFT തുടങ്ങിയവയുടെ ഡയറക്ടർ ചെറിയാൻ ജോസഫ്, ആലംകോട് പഞ്ചായത്ത് പ്രസിഡന്റ് KV ഷഹീർ, നന്നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ സൈഫുദ്ദീൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആരിഫ നാസർ തുടങ്ങിയ പ്രമുഖർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. തുടർന്ന് പ്രസാദ് പൊന്നാനി അവതരിപ്പിക്കുന്ന ഗസൽ സന്ധ്യയും അനുശ്രീ നാരായണനും ഉമാശങ്കറും അവതരിപ്പിക്കുന്ന സോപാനം സംഗീതവും അരങ്ങേറുമെന്നും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കുട്ടി, കൺവീനർ സോമൻ ചമ്പ്രത്ത്, കാണി പ്രസിഡന്റ് ജബ്ബാർ ആലംകോട്, തുളസി KP, ഷീല PB തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫിലിം സൊസൈറ്റിയുടെ 2 പതിറ്റാണ്ടായി ഈ സാംസ്കാരിക പ്രസ്ഥാനത്തെ സാർത്ഥകമായി നയിക്കുന്ന സാരഥിയാണ് ഡോക്ടർ വി മോഹനകൃഷ്ണൻ. അദ്ദേഹത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ 2ാമത്തെ പുരസ്കാരമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച ടെലിവിഷൻ ലേഖനത്തിനുള്ള അവാർഡ്, ടെലിവിഷൻ ആചാരങ്ങളും ഡിജിറ്റൽ ചായക്കടകളും എന്നാണ് ആ ലേഖനത്തിൻ്റെ പേര്. സമകാലീന മലയാളം വാരികയിൽ പ്രസിദ്ധീകരിച്ചു വന്ന ലേഖനമാണത്. മറ്റൊരു പ്രമുഖമായ പുരസ്കാരം കേരളത്തിലെ ഏറ്റവും മികച്ച ഫിലിം സൊസൈറ്റി പ്രവർത്തകൻ, കോട്ടയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫിലിം സൊസൈറ്റി ദൃശ്യകല ആണ് ഈ പുരസ്കാരം അദ്ദേഹത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. കേരളത്തിലെ പ്രൗഢവും പ്രമുഖവുമായ 2 പുരസ്കാരങ്ങളാണ് ഇത്. ഞങ്ങൾ കാണി കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ ദേശത്തിന് തന്നെ അഭിമാനാർഹമായ ഒരു നേട്ടമാണ് മലയാളത്തിലെ പ്രശസ്തനായ ചലച്ചിത്ര നിരൂപകനായ ശ്രീ ഡോക്ടർ വി മോഹനകൃഷ്ണൻ കരസ്ഥമാക്കിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് യഥോചിതമായ സമുചിതമായ ഒരു ആദരവും സ്നേഹാദരവുമാണ് കാണിയുടെ സഹപ്രവർത്തകരായ ഞങ്ങൾ ഈ ഞായറാഴ്ച 20-ാം തീയതി കാണി സിനിമാ ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുന്നത്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, കലാ രംഗത്തെ പ്രമുഖരെല്ലാം അണിനിരക്കുന്ന ഈ അനുമോദന സമ്മേളനത്തിലേക്ക് ഈ ദേശത്തെ എല്ലാ കലാസാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രവർത്തകരെയും, അതിനെ സ്നേഹിക്കുന്ന, സിനിമകളെ സ്നേഹിക്കുന്ന, സംസ്കാരത്തെയും കലയെയും നെഞ്ചേറ്റിലാളിക്കുന്ന എല്ലാ സഹൃദയരായ സുഹൃത്തുക്കളെയും ഞങ്ങൾ സ്നേഹപൂർവം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അനുമോദന യോഗത്തിൽ സോപാന സംഗീതത്തിൻ്റെ അവതരണമുണ്ടാകും. ആര്യ ശങ്കർ, അനുശ്രീ നാരായണൻ എന്നീ കുട്ടികളാണ് സോപാന സംഗീതം അവതരിപ്പിക്കുന്നത്. അനുമോദന യോഗത്തിന് ശേഷം ശ്രീ പ്രസാദ് പൊന്നാനി അവതരിപ്പിക്കുന്ന ഗസൽ സന്ധ്യ അരങ്ങേറും. അങ്ങനെ കലയും സാഹിത്യവും സംസ്കാരവും ഒക്കെ കൈകോർക്കുന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവരുടെയും സ്നേഹ സാന്നിധ്യം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും CNTV Facebook, YouTube, Instagram പേജുകൾ ഫോളോ ചെയ്യുക.